ഇതിഹാസ താരം സർ ഡോൺ ബ്രാഡ്മാൻ നിറഞ്ഞാടിയ 1940കളിലെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം. ആ ഇൻവിൻസിബിൾ ടീമിലെ ശക്തി സാന്നിധ്യമായിരുന്നു ഓൾറൗണ്ടർ കീത്ത് മില്ലർ. അഭിമാനമായ ഓസീസ് ബാഗി ഗ്രീൻ അണിയും മുമ്പ് റോയൽ ആസ്ട്രേലിയൻ എയർഫോഴ്സിലെ ഫൈറ്റർ ജെറ്റ് പൈലറ്റായിരുന്നു കീത്ത്. ഒന്നാം തരമൊരു യുദ്ധഭടൻ. രണ്ടാം ലോക യുദ്ധത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട് ക്രാഷ് ലാൻഡിംഗ് നടത്തിയ അനുഭവം പോലും കീത്തിന് മുന്നിലുണ്ട്. അതിനുശേഷം ആഷസ് പരമ്പരയുടെ അതിസമ്മർദ്ദങ്ങൾക്കു നടുവിൽ നിൽക്കെ ഒരു പത്രസമ്മേളനത്തിൽ മില്ലർക്കു നേരെ ഒരു ചോദ്യമെത്തുന്നു. ബദ്ധവൈരികളായ ഇംഗ്ലണ്ടുമായി കളിക്കുന്നത് യുദ്ധമുഖത്തെ സമ്മർദ്ദവുമായി താരതമ്യപ്പെടുത്തിയുള്ള ചോദ്യത്തിന് കടുത്ത രോഷമായിരുന്നു കീത്തിന്റെ മറുപടി. യുദ്ധവിമാനം ഉപയോഗിച്ചുള്ള ബ്രൂട്ടലായ ഏറ്റുമുട്ടലുകളെ കളിയെന്ന കേവല വിനോദവുമായി കൂട്ടിക്കെട്ടിയതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. പറഞ്ഞു വരുന്നത് ഏഷ്യ കപ്പ് ക്രിക്കറ്റിനെ കുറിച്ച് തന്നെയാണ്. കളിയിൽ രാഷ്ട്രീയം കൂടിക്കുഴഞ്ഞ് കായിക ഭൂമികയുടെ വിവാദ ക്രീസിലേക്ക് എടുത്തുയപ്പെട്ട അതേ ഏഷ്യ കപ്പിനെ കുറിച്ച്. മാന്യന്മാരുടെ കളിയെന്ന് തലമുറകളായി ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്ന ക്രിക്കറ്റിനെ ഗ്രസിച്ച പുതിയ കാഴ്ചകൾ ആശാവഹമല്ലെന്ന് പറയുന്നത് പ്രതാപികളാണ്. കപിൽ ദേവും ശശി തരൂരും രാജ്ദീപ് സർദേശായിയും മുഹമ്മദ് അസ്ഹറുദ്ദീനും സയ്യിദ് കിർമാനിയും അതുതന്നെ പറയുന്നു. കളിയുടെ ക്രീസിലേക്ക് എന്തിനാണ് നാം ഉഗ്രമൂർച്ചയുള്ള രാഷ്ട്രീയത്തിന്റെ ബൗൺസറുകൾ എറിയുന്നത്? എമിറേറ്റ്സിൽ കണ്ടതൊക്കെയും ക്രിക്കറ്റിനേക്കാളേറെ കലപിലകളായിരുന്നു. പത്രസമ്മേളനത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ, സ്പോർട്സ്മാൻഷിപ്പ് ക്ലീൻ ബൗൾഡായ നിരവധി കാഴ്ചകൾ, ആദ്യ മത്സരത്തിന്റെ ടോസിഡൽ ചടങ്ങിൽ ആരംഭിച്ച ഹസ്തദാനത്തിൽ തുടങ്ങിയ വിവാദം, സാഹിബ് സാദ ഫർഹാന്റെ ഗൺഷൂട്ട് ആഘോഷം, ബൗണ്ടറിക്കരികെ ഫീൽഡ് ചെയ്യുന്ന ഹാരിസ് റൌഫിന്റെ വിവാദ ആംഗ്യം, അയാളുടെ ഓഫ് സ്റ്റംപ് പിഴുതെറിഞ്ഞ് ജസ്പ്രീത് ബുംറയുടെ അതേ മറുപടി, ACC പ്രസിഡന്റായ പാക് മന്ത്രി മൂസിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാതെ ഇന്ത്യൻ ടീം, ട്രോഫിയുമായി ഹോട്ടലിലേക്ക് മുങ്ങി നഖ്വി, ചെക്ക് വലിച്ചെറിഞ്ഞ് പാകിസ്ഥാൻ, കളിക്ക് മുകളിൽ രാഷ്ട്രീയം കസേര വലിച്ചിട്ടിരുന്ന കാഴ്ചകൾ ഒരുപാടുണ്ടായിരുന്നു. കളിയെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴക്കേണ്ടതില്ലെന്ന ചിന്താഗതി ശക്തമാവുകയായിരുന്നു വിവാദ ടൂർണമെന്റിന്റെ ഫലം. പാകിസ്ഥാൻ കളിക്കാർക്ക് ഹസ്തദാനം കൊടുക്കണമായിരുന്നു. കാർഗിൽ യുദ്ധസമയത്തും നമ്മളിത് ചെയ്തിട്ടുണ്ട്. നമ്മൾ കളിയെ ബഹുമാനിക്കണമെന്ന പ്രതികരണവുമായി ശശി തരൂർ തുടക്കത്തിലെ രംഗത്തെത്തി. സ്പോർട്സിൽ അനാവശ്യമായ രാഷ്ട്രീയവൽക്കരണം വേണ്ടെന്നും കളിക്കാർക്ക് കളിയിൽ ശ്രദ്ധ നൽകാൻ അവസരം നൽകണമെന്നും 1983 ഇന്ത്യയെ ലോകകപ്പ് ജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ കപിൽ ദേവ് ആവശ്യപ്പെട്ടു. നമ്മൾ നല്ല അയൽക്കാരാകുന്നതാണ് നല്ലത്. സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകണം. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ കപിൽ പറഞ്ഞു. മുൻ ഇന്ത്യൻ താരം സയ്യിദ് കിർമാനിയും ഇതേ ചിന്താഗതി പങ്കിടുന്നു. ഞങ്ങളുടെ കാലത്ത് ക്രിക്കറ്റിൽ അത്രയേറെ സൗഹൃദങ്ങളും സ്നേഹവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിക്കറ്റർ എന്ന നിലയിൽ എനിക്ക് തലകുനിക്കേണ്ടി വരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ കളിക്കാർ ഹസ്തദാനം നൽകാതിരുന്നതിനോട് മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീനും വിയോജിച്ചു. കളിയിൽ രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ലെന്നായിരുന്നു അസ്ഹറിന്റെയും പക്ഷം. ഇന്ത്യ പാക് സ്പോർട്സ് യുദ്ധമല്ലെന്നും കളിക്കാർ തമ്മിൽ ഹസ്തദാനം നൽകാതിരുന്നത് കളിയുടെ സ്പിരിറ്റിന് വിരുദ്ധമാണെന്നും ക്രിക്കറ്റ് നിരീക്ഷകനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ രാജ്ദീപ് സർദേശായിയും പറയുന്നു.